ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫൈനലി RRR ട്രെയിലർ വന്നിരിക്കുകയാണ്. ഇതിൽ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഇത് തിയേറ്ററിലെ ട്രെയിലർ റിലീസ് ടൈം 11 മണിക്കും 4 മണിക്ക് യൂട്യൂബിൽ എന്നാണ് നമ്മൾ ഇന്നലെ കിടക്കുന്നതിന് മുന്നേ വരെ അങ്ങനെ ആയിരുന്നു. പക്ഷേ പിന്നെ നമുക്കും എനിക്കൊരു എന്താ പറയുക എതിർപ്പ് പോലെ ഒന്ന് തോന്നിയിരുന്നു. കാര്യം നമ്മൾ തിയേറ്ററിൽ അത് റിലീസ് ചെയ്ത സമയത്ത് മിക്കവരും അത് ഫോണിലെടുത്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഉടൻ തന്നെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ നമ്മളെന്തായാലും ക്ലിക്ക് ചെയ്യാൻ പോകണില്ല, പക്ഷേ പലരും അതങ്ങനെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഇത് കളയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്നിപ്പം നമ്മൾ അറിഞ്ഞില്ല, ഒരു 11:30 ഇപ്പം ആ ഈ സമയത്ത് നോക്കിയപ്പം ഇത് ട്രെൻഡിങ് ആയിട്ട് പോകുന്നു. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, വളരെ എക്സൈറ്റഡ് ആണ്. നമ്മൾ RRRന്റെ ഒറിജിനൽ ഫോം ഓഫ് തെലുഗു വെർഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. ഓക്കെ, ഹെഡ്സെറ്റ് വെച്ചിട്ടാണ്. స్కాట్ త్వర వారు మా ఆదిలాబాద్ వచ్చినప్పుడు ఓ చిన్నపిల్లని తీసుకొచ్చారు. మీరు తీసుకొచ్చింది గోండ్ల పిల్లనండి. అయితే వాళ్ళకి ఏమైనా 2 కొమ్ములు ఉంటాయా? ఒక కాపరుంటాడు. పులిని పట్టుకోవాలంటే వేటగాడు కావాలి. ఆ పని చేయగలిగేది ఒక్కడే సార్. ഭയങ്കരല്ലേ ആ കൈ കൊടുക്കണൊക്കെ. పానం కన్నా విలువైన నీ సోపతి నా సొంతం అన్నా. గర్వంతో ఈ మన్నలో కలిసిపోతానే. నన్నీడైటిసి పోకన్నా అమ్మాయి ఆదికొస్తుందన్నా. బ్రిటిష్ ప్రభుత్వానికి ఎదురు తిరిగిన నేరానికి నేను అరెస్ట్ చేస్తున్నాను. తొంగి తొంగి నక్కి నక్కి కాదే, తొక్కుకుంటూ పోవాలి. ఎదురొచ్చినోడిని ఏసుకుంటూ పోవాలి. చాలా ప్రమాదం, ప్రాణాలు పోతాయిరా. ఆనందంగా ఇచ్చేస్తాను బాబాయ్. యుద్ధాన్ని వెతుక్కుంటూ ఆయుధాలు వాటంతటవే వస్తాయి. ഭീമന്റെ ശക്തി. അതാണ് ആ സ്പിയർ വെള്ളത്തിന്റെ അടിയിൽ പോകുന്നത്. Brace yourself. കിടക്കാച്ചി ഫൈറ്റ് സീൻസ് ഒക്കെയാണ് കേട്ടോ. എനിക്ക് വയ്യ, എനിക്ക് തണുക്കണം. എങ്ങനെയുണ്ട് ട്രെയിലർ? സാധാരണ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എവിടെ നോക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ സീനൊക്കെ വരുമ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. ആ ഒരു എത്ര സെക്കൻഡ്, 3 മിനിറ്റ് 3.15 സെക്കൻഡ്സ് ഞാൻ അതിൽ തന്നെയായിരുന്നു. നമുക്ക് ഒരു കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് സംഭവം ചെയ്തിരിക്കുന്നത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പലയിടത്തും നമുക്ക് രാജമൗലിയാണ് ദ കിങ് ഓഫ് ഇങ്ങനത്തെ സിനിമയുടെ മേക്കിംഗ് അല്ലേ. അതൊരു രക്ഷയില്ല. ഫൈറ്റ് സീനൊക്കെ ശരിക്കും നമ്മുടെ ശ്രീരാമൻ അമ്പ ചെയ്യുന്ന പോലത്തെ രാംചരന്റെ ഒക്കെ പെർഫോമൻസ്, അതേപോലെ തന്നെ
ഭീം എന്ന് പറഞ്ഞാൽ ഭീമിന് നല്ല ശക്തി ആണല്ലോ. രണ്ടുപേരും നീതിക്ക് വേണ്ടി പോരാടുന്നവരാണ്. അതെ, ഇതെന്തായാലും മറ്റേ എന്താ പറയാ, ഇതിലും ബ്രിട്ടീഷുകാരുടെ ആധിപത്യവും ആ കാലത്ത് അടിമകളായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അപ്പൊ അതിനെതിരെ പോരാടുന്ന രണ്ട് ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. അപ്പൊ അതിലിപ്പം എനിക്ക് തോന്നുന്ന അവര് എടുത്ത, അതായത് ബ്രിട്ടീഷേഴ്സിന് എതിരെ അവര് ആക്രമിക്കാൻ യൂസ് ചെയ്ത തന്ത്രം പഴയ കാലത്തെ മറ്റേ ശ്രീരാമനും അല്ലേ? അതെ അതെ അതെ. അതായത് കുറച്ച് നമ്മുടെ പുരാണവുമായിട്ടും കുറച്ച് കണക്റ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ഫൈറ്റ് സീൻസും ഒക്കെയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ ഇതെനിക്ക് തോന്നുന്നു, എനിക്ക് അറിയില്ല, എനിക്ക് ഇപ്പോഴും അതിന്റെ ആ ജൂനിയർ NTR മറ്റേ വളരെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ കളിയാക്കിയൊക്കെ പറയാം, അയ്യോ ഒരാൾ ഇങ്ങനെ കൈ കൊണ്ട് തട്ടുമ്പം ബൈക്ക് കറങ്ങി വരുന്നത്. പക്ഷെ നമുക്ക് ഭീമിന്റെ, അതായത് ഈ ജൂനിയർ NTRന്റെ ആ ഒരു പവർ നമുക്ക് അത് അറിയാൻ പറ്റുന്നുണ്ട്, ആ ഒരു ശക്തി. അപ്പൊ അതൊരു ആ ഒരു ശരിക്കും അത് വളരെ നാച്ചുറൽ ആയിട്ടും ആ ഒരു വിഷ്വൽ എഫക്ട്സ് വളരെ അടിപൊളിയായിട്ടും തോന്നി അല്ലേ? എനിക്ക് ഒന്നും കൂടെ കാണുന്നത് ഫ്രീ ആയിട്ട്. അതെ അതെ, ഇത് എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോ നമ്മൾ കുറച്ച് സബ് ടൈറ്റിൽ ഇട്ടെങ്കിലും നമുക്ക് ഡയലോഗ്സ് ഒക്കെ കൂടുതൽ മനസ്സിലാക്കണം. ഇതിലെന്താ വെച്ചാ ഒരാള് ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തിയും മറ്റൊരാള് ഈ കുറച്ചുകൂടെ പവർ ഉണ്ട്. റാമിന് കുറച്ചുകൂടെ, റാം ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ്, ഒരു പടയാളിയുടെ ഇതിലായിട്ടാണ് കാണുന്നത്. അതെനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് ആൾക്കാരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്കെതിരെ പോരാടുന്ന, കാരണം നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മൾ ആത്മാഭിമാനത്തോടു കൂടി മരിച്ചു പോകണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ജീവിക്കുന്ന രണ്ടുപേരാണ്. സോ അതിന് നമ്മൾ മറ്റുള്ളവരുടെ അടിമയായിട്ട് ജീവിക്കുന്നതിലും ഭേദം നമ്മൾ അഭിമാനത്തോടു കൂടി മരിക്കുന്നതാണ്. നമ്മുടെ പ്രൈഡ് വിട്ടിട്ട് നമുക്ക് ഒരു ഇതുമില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്താണോ നീതി എന്ന് തോന്നുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് പോരാടാം എന്നുള്ള രീതിയിലാണ് ഈ രണ്ടുപേരും പിന്നെ കൈകോർത്ത് ഒരുമിച്ച് ഇതിനു വേണ്ടിയിട്ട് പോരാടുന്നത്. പിന്നെ ആലിയ ഭട്ടിനെയും കണ്ടു, അതുപോലെ തന്നെ ഇവരെ കണ്ട, എന്താ പറയാ, ശ്രിയ ശരണിനെ കണ്ടു ഒരു സീക്വൻസിൽ. ബ്രിട്ടീഷേഴ്സിന്റെ ഒരു ലാസ്റ്റ് ഗണ്ണ് അത് ഒരു അടിപൊളിയായിട്ടുണ്ട്. ആ വില്ലൻ റോളിന് വരെ ഒരു അടിപൊളിയായിട്ട് അല്ലേ സൂപ്പറായിട്ട് അതിന്റെ ആ ഒരു പുള്ളിയുടെ ടെക്നിക്സ് ഒക്കെ വേറെ ലെവലാണ്. ഈ എന്താ പറയാ, നമ്മുടെ രാജമൗലി സാറിന്റെ ടെക്നിക്സ് മാത്രല്ല, അങ്ങേര് യൂസ് ചെയ്യുന്ന ഫൈറ്റ് സീൻ എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ ആ ഫൈറ്റ് സീക്വൻസിൽ ആ ഒരു ഭീമിനെയും റാമിനെയും കണക്ട് ചെയ്ത്, അത് പുരാണവുമായിട്ട് കുറച്ച് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു സീക്വൻസസ് ആയാലും, ആ ഒരു തീന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് വാള് വന്ന്, ഭീമിന്റെ വാളാന്ന് തോന്നുന്നു, ആ ഒരു ആക്സ് അല്ലേ, മറ്റേ ഇത് സ്പിയർ അല്ലേ? സ്പിയർ ആ സാധനം വന്ന് ഇവിടെ നമ്മള് ഈ ഒരു ഗ്ലിംസസിൽ കണ്ടായിരുന്നു, അവൻ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു സീൻ. അപ്പൊ ആ ഒരു സ്പിയർ അതിന്റെ പൂർണ്ണ രൂപം ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ലേ? ഭീമിന്റെ ആയുധമാണത്. അപ്പൊ January 7th, 2022 ആണ് മൂവി റിലീസ്. പക്ഷെ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായി തോന്നിയത് ഈ ഒരു സംഭവമാണ്. നമ്മള് ആ ഒരു ട്രെയിലറിന് വേണ്ടി കാത്തിരുന്നിട്ട് പെട്ടെന്ന് അവർ പോസ്റ്റ് ഇട്ടിരുന്നു, ശരിയാണ്. പക്ഷെ പലരും ഇന്നലെ തന്നെ ആ ഒരു അവരുടെ മനസ്സിൽ ഓക്കെ ആയിരുന്നു. അതായത് 11 മണിക്ക് തിയേറ്ററിൽ സിനിമകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ 11 മണിക്ക് അവരവിടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നു, 4 മണിക്ക് യൂട്യൂബിൽ. അതായിരുന്നു, ക്ലിയർ ആയിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ ജസ്റ്റ് യൂട്യൂബ് എടുത്ത് ഇങ്ങനെ 11:30 ആയപ്പോ നോക്കിയപ്പോഴാണ് അത് മാത്രമേ പലരും ഇപ്പോഴും അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ പിന്നെ എനിക്ക് പറയാനെന്ന് വെച്ചാല് ഇങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, നമുക്കിപ്പം ഇപ്പൊ ട്രെയിലർ കണ്ടതിന്റെ ആ ഒരു ചൂട് നമുക്കുണ്ട്. അത് എങ്ങനെയാലും നമ്മൾ ബിസി ലൈഫ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ. നമുക്ക് നാളെ വേറെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് ബാക്കിലോട്ട് മറന്നു പോകും. അപ്പം ഈ ഒരു എക്സൈറ്റ്മെന്റ് നിൽക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ സിനിമകൾ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് അത് കുറച്ചുകൂടെ എന്താണ്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർക്ക് അല്ലേ ആ ഒരു കാത്തിരിപ്പ് കൂടുന്തോറും, അല്ലെങ്കിൽ ഇപ്പൊ പലരും ഇപ്പം ഇത് മറന്ന് നാളെ January 7 ആവുന്നത് വരെ. ഫൈനലായിട്ട് പറയാനുള്ള SS രാജമൗലി സാറിന് ഒരു ബിഗ് സല്യൂട്ട്. എല്ലാ തെലുഗു പീപ്പിൾസിനും, എല്ലാ ഫാൻസിനും, രാജമൗലി സാറിന്റെ ഫാൻസിനും, ഈ സിനിമ റിലീസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രം കേരള ഭയങ്കര വലിയൊരു ലവ് ഉണ്ട്. കാരണം
ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. എനിക്കൊന്നും പറയാനില്ല. ഈ ഇടയ്ക്കൊന്നും ഇത്രയൊന്നും രോമാഞ്ചം വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ ഒരു സീക്വൻസിൽ പോലും നമുക്കൊരു കണ്ണെടുക്കാൻ പറ്റാത്ത എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യും എന്ന് തോന്നുന്ന ഒരു എലമെന്റും ഇല്ല. അതിന്റെ വിഷ്വൽ എഫക്ട്സ്, ഗ്രാഫിക്സ്, മേക്കിംഗ്, ഫൈറ്റ് ഒരു രക്ഷയില്ല. ഇവരുടെ ആ ഒരു ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതൊക്കെ ചില സിനിമകളിൽ നമുക്ക് ചിലപ്പോൾ ഒരു ലാഗ് ഫീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോർഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെയിലറിൽ എനിക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മള് ഫുൾ ടൈം അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു, എനിക്ക് തോന്നുന്നു അപ്പൊ ഇനി നമ്മൾ മലയാളം പോയി കാണട്ടെ. അപ്പൊ നമ്മൾ മലയാളം പോയി കണ്ട് മലയാളം കണ്ടിട്ട് നമുക്ക് അതിനെ കൂടെ അത് എന്താ പറയാ മലയാളത്തിന്റെ റിവ്യൂ കൂടെ നിങ്ങൾ കാണണം. അപ്പോ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ അതുവരേക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ.